2-3 ദിവസം പോകേണ്ടുന്നതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേൽക്കണമായിരുന്നു. അപ്പോൾ ഇന്ന് പോകണ്ടല്ലോ, ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേന് പോകണ്ട, ഇടയ്ക്ക് വല്ല ദിവസങ്ങളിലും പോയാൽ മതി. അപ്പോൾ ഇന്ന് താമസിച്ചാട്ടോ എഴുന്നേറ്റ്. ഇന്ന് ശനിയാഴ്ചയാണേ. 10 മണിയായി ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റപ്പോൾ. എന്നേക്കാൾ മുന്നേ നീലൂട്ടൻ എണീറ്റിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് പോയി സോപ്പിട്ട് കാർട്ടൂണൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷൊക്കെ ആയിട്ട് നേരെ വന്നിട്ട് ഞാൻ മീനെടുത്ത് വെള്ളത്തിൽ ഇടും കേട്ടോ. 10 മണിയായല്ലോ, ഇനി പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കടയിലൊക്കെ ഒന്ന് പോകണം. അങ്ങനെ മാവും കുറച്ചുണ്ടായിരുന്നു, അതും കൂടി എടുത്ത് വെളിയിലോട്ട് വെച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ലിവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലിവറും അതിൻ്റെ പാർട്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു ഫാമിലി താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ചിക്കൻ്റെ പാർട്സൊക്കെ കൊണ്ട് തന്നേ രാവിലെ തന്നെ. അങ്ങനെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഇന്ന് എന്തായാലും മീൻ കറി വയ്ക്കാനായിട്ട് ഇന്നലെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു പാർട്സൊക്കെ ഇരിക്കട്ടെ, നമുക്ക് നാളെ രാത്രിയിലത്തേനോ ഒക്കെ ആയിട്ട് എടുക്കാം. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടങ്ങ് എടുത്തു വെച്ചു. പിന്നെ മീനെടുത്ത് വെള്ളത്തിലിട്ടിട്ട് ആ മീൻ ഇരുന്ന കവറൊക്കെ ഒന്ന് കഴുകി ഭിത്തിയിലോട്ട് വെക്കും കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. കാരണം ജനലിൻ്റെ അതിലേക്കൂടെ ഇങ്ങനെ സൗണ്ട് കയറി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ കുറച്ച് പാത്രം ഇന്നലെ രാത്രിയിൽ ചായ ഇട്ടതും ഒക്കെ ആയിട്ട് ഒരു 2-3 പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു കഴുകാനായിട്ട്. കഴുകി മടുത്തു എന്ന് പറയും പോലെ അങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഞാനങ്ങ് പോയി കേട്ടോ. പിന്നെ മീനൊക്കെ കറി വയ്ക്കണം. ഇന്ന് അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കുറച്ച് കിച്ചൺ വ്ളോഗ്സ്, പിന്നെ പുറത്തോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച വ്ളോഗ്, അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടി വ്ളോഗാണ് കേട്ടോ ഇന്ന്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാണുമ്പോൾ തന്നെ. പിന്നെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്, കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഭയങ്കര ഈച്ച ശല്യമാണ്. കാരണം എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഈച്ച ശല്യമാണ്. പുറത്തും ഭയങ്കര ഈച്ചയാണ്. അവിടോട്ട് പുറത്ത്, നമ്മുടെ അടുക്കളയുടെ പുറത്ത് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ സോപ്പ് പൊടി കലക്കി ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നേരെ ആ ഈച്ചകൾ നമ്മുടെ അടുക്കളയിലോട്ട് കയറും. അതുകൊണ്ട് ഞാൻ ഹാൻഡ് വാഷ് വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിടാനായിട്ട് പോവാം കേട്ടോ. ഇന്നിനിയിപ്പം മീൻ കറിയൊക്കെ വെക്കണം, മീൻ വെട്ടണം. അപ്പോൾ മീനൊക്കെ അമ്മ വെട്ടിത്തരും കേട്ടോ. ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും അമ്മ മീനൊക്കെ വെട്ടി വെച്ചേക്കും. അങ്ങനെ ഇന്ന് ഉച്ചക്കലത്തേനും മീൻ കറിയും നല്ല ചൂരക്കറിയും മുളക് കറിയും പിന്നെ ചീനി വേവിച്ചതും കേട്ടോ, ചീനി കുഴച്ചെടുത്തതുമാണ്. അപ്പോൾ ഈ പണി എളുപ്പമായല്ലോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കണം, എനിക്കതാണ് ഇഷ്ടം. ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ഇങ്ങനെ ലാഗടിച്ച് പയ്യെ ഇഴഞ്ഞ് അതും ചെയ്താൽ പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീർത്തിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകണം, അങ്ങനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് ഓരോന്നൊക്കെ അങ്ങ് വെക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര റിലാക്സായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ എടുക്കുന്നത്. ഇഡ്ഡലിക്ക് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചമ്മന്തിക്ക് തേങ്ങയെല്ലാം തിരുമ്മി കഴിഞ്ഞപ്പോഴാണ് അമ്മ വന്നത്. അപ്പോഴത്തേനും അമ്മ പറഞ്ഞു, ഇന്നലത്തെ ചമ്മന്തി കുറച്ച് ഫ്രിഡ്ജിൽ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാനിവിടെ ഇല്ലായിരുന്നു, രാവിലെ പോയിട്ട് രാത്രിയാണ് വന്നത്. അപ്പം ചമ്മന്തി തീർന്നിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇന്നലെ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ ചമ്മന്തി കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതെടുക്കാം, നമുക്ക് ഇന്നത്തേനത് തികയും, ഈ തേങ്ങ എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരുമിയ തേങ്ങയെല്ലാം നേരെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ട് അപ്പം പണി അതിലും എളുപ്പമായല്ലോ, ചമ്മന്തി അരയ്ക്കണ്ടല്ലോ ഇനി. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ തേങ്ങ ഞാൻ തിരിച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇരുന്ന ചമ്മന്തി എടുത്ത് ചൂടാക്കുകയും ചെയ്തു. അപ്പോൾ രാവിലെ ഇഡലിയും ചമ്മന്തിയും ഉഴുന്നുപൊടിയും ആണ് നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇഡലിക്ക് കോരി ഒഴിക്കുന്നതിന് മുമ്പേ വെള്ളത്തിലോട്ട് നീലൂട്ടനൊരു മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്, അതവിടെ കിടന്ന് വെന്തോളും. പിന്നെ തട്ട് വെച്ചിട്ട് ഇഡലിക്കുള്ള മാവും കോരി ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുക്കള കുറച്ച് ചെറിയ അടുക്കളയാണ് കേട്ടോ. കുറച്ച് സ്ഥലപരിമിതികൾ ഉള്ളത് കൊണ്ട്
നമ്മുടെ സ്റ്റാൻഡൊന്നും കറക്റ്റ് പൊസിഷനിലൊന്നും വയ്ക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ വെച്ചെടുക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ വീഡിയോ. അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ അത് പറയാനും മടിക്കരുതേ. കിച്ചൺ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതും പറയാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ക്ലീനിങ് വ്ളോഗൊക്കെ മിസ് ചെയ്യുന്നവരുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ക്ലീനിങ് വ്ളോഗൊക്കെ ചെയ്യുന്നതായിരിക്കും. 2-3 ദിവസം കൊണ്ട്, കുറച്ച് ദിവസം കൊണ്ട് വീട്ടിലില്ലാത്തത് കാരണം കേട്ടോ ക്ലീനിങ് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്തുവാരി ഹാള് മാത്രം, ജസ്റ്റ് തറ മാത്രം തൂത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു. പിന്നെ ബാത്റൂം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. ഡീപ്പ് ക്ലീനിങ് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. തന്നെയല്ല, വ്ളോഗ് എടുക്കാനായിട്ടുള്ളതൊന്നും ഇല്ല. അതിനുള്ള ഒരു സ്റ്റാമിനയും എനിക്കില്ലായിരുന്നു. ഇന്ന് താമസിച്ചാണ് എഴുന്നേറ്റതെങ്കിലും എന്നിട്ടും ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ കട്ടനും എടുത്തു. എനിക്കും ചേട്ടായിക്കും ചായ എടുത്തു. നീലൂട്ടന് പാലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവന് പാൽ കൊടുക്കും കേട്ടോ. കാരണം ദിവസവും പാൽ കൊടുത്തു കഴിഞ്ഞാൽ അവന് മടുക്കും. അവന് കുറച്ച് ദിവസം പാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മടുക്കും. പിന്നെ അവ ഒട്ടും കുടിക്കാതാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഞാൻ പാൽ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ചായയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇച്ചിരി കുളമായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ച് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഡൈനിങ് ടേബിളിൽ തന്നെയാണ് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വെക്കുന്നതും ഒക്കെ. അതിന് വേണ്ടിയിട്ട് വേറെ ഒരു ടേബിളില്ല. അതുകൊണ്ടെല്ലാം അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതിനെല്ലാം ശേഷം ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി കടയിലോട്ട് പോവാം കേട്ടോ. കുറച്ച് പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് നമുക്ക് ചീനി വേവിച്ചതാണ്. അപ്പോൾ ചീനി വാങ്ങണം. സപ്ലൈക്കോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ചീനി ഞങ്ങൾ വരുന്ന വഴിക്ക് 3 കിലോ 100 രൂപയ്ക്ക് കണ്ടു കേട്ടോ. നല്ല ചീനിയായിരുന്നു കേട്ടോ. ചേട്ടായിക്കാണെങ്കിൽ ചീനി വേവിക്കുമ്പോൾ, അതായത് കുഴച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ പശ പോലെ കുഴച്ചെടുക്കുന്നത് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതേപോലെ പറ്റിയ ചീനിയായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് നീലൂട്ടന് കരിക്ക് കണ്ടപ്പോൾ നീലൂട്ടൻ പറഞ്ഞു, എനിക്ക് തേങ്ങാവെള്ളം വേണമെന്ന് പറഞ്ഞു. നീലൂട്ടൻ ഇതെല്ലാം തേങ്ങയാണ് കേട്ടോ. കരിക്കായാലും തേങ്ങയായാലും അവന് തേങ്ങയാണ്. അങ്ങനെ അവന് 2 കരിക്കും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടല്ല, സപ്ലൈക്കോയിലോട്ട് പോയി കേട്ടോ. സപ്ലൈക്കോയിൽ പോയി കുറച്ച് സാധനങ്ങൾ, പഞ്ചസാര, ഉഴുന്ന്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പോൾ നീലൂട്ടൻ എന്താ അവിടെ ഇരുന്ന് അരികൾ നുള്ളിപ്പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ അരി തൂക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അരി കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ നുള്ളിപ്പറക്കിക്കൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും അമ്മ മീനൊക്കെ വെട്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കത് കറി വെച്ചാൽ മാത്രം മതി. പിന്നെ മരച്ചീനി എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്ത് അമ്മ അത് അരിഞ്ഞും തരും കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാൻ നിരത്തി ഇങ്ങനെ ഡൈനിങ് ടേബിളിലോട്ട് വയ്ക്കുക. സോപ്പ് പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ വേറെ വയ്ക്കും. പിന്നെ നമ്മളുടെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വേറെ വയ്ക്കും കബോർഡിൽ. അങ്ങനെ കേട്ടോ വയ്ക്കുന്നത്. അങ്ങനെ 2 വെളിച്ചെണ്ണ, ഒരു കാർഡിന് നമുക്കിപ്പോൾ സപ്ലൈക്കോയിൽ 2 വെളിച്ചെണ്ണ കിട്ടുമല്ലോ. 2 കിലോ വെളിച്ചെണ്ണ കിട്ടും. അപ്പം അതുകൊണ്ട് 2 കിലോ, ഈ മാസത്തെ 2 കിലോ ഇനി വാങ്ങിച്ചിട്ടുണ്ടേ. പിന്നെ കൊണ്ടുവന്ന കരിക്ക് ചേട്ടായി അവന് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഇനി പറക്കി വെക്കണം. പറക്കി വെക്കാനായിട്ട് നമ്മുടെ അടുക്കളയിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സ്ഥലത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. അപ്പം ഞാൻ ഈ വലിയ ഉരുളി എടുത്തുകൊണ്ട് വന്ന് അതിലോട്ടാണ് പറക്കി വെച്ചത്. അങ്ങനെ അതെല്ലാം പറക്കി അവിടെ എല്ലാം ഒതുക്കിയതിന് ശേഷം കൊണ്ടുവന്ന കരിക്ക് നീലൂട്ടന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പകുതി കരിക്കെടുത്ത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും എൻ്റെ അടുത്ത് ഓടി വന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് ചീനി അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇനി ചീനി വേവിക്കണം, പിന്നെ മീൻ കറി വയ്ക്കണം. അങ്ങനെ ആ 2 പരിപാടികളേ ഉള്ളൂ ഇന്ന്. പിന്നെ അടുക്കള ക്ലീൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ തറയെല്ലാം ഒന്ന് തൂത്തുവാരി എല്ലാം തുടച്ചു. പിന്നെ ബാത്റൂം കഴുകണമായിരുന്നു. പിന്നെ കുറച്ച് 2-3 ദിവസത്തെ തുണികൾ കഴുകാനുണ്ടായിരുന്നു. വീട്ടിലില്ലാത്തതിൻ്റെ പാട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. തുണികളൊക്കെ കഴുകാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അതെല്ലാം കഴുകിയിട്ടു. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. തുണി കഴുകിയിട്ട് വന്നപ്പോൾ തന്നെ 6:30 6:45. അപ്പോൾ ചേട്ടായി ഭാഗ്യത്തിന് ആ സമയത്ത് ജോലി കഴിഞ്ഞ് വന്നതുകൊണ്ട് ചേട്ടായി അങ്ങ് വിളക്ക് കത്തിച്ചു. പിന്നെ ഞാൻ പോയിട്ട് ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുളിച്ചിട്ടിറങ്ങി. അപ്പം
മീൻകറി എല്ലാം റെഡിയായി കേട്ടോ. മീനിട്ട് എല്ലാം റെഡിയാക്കി. എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം എന്നൊന്നും ഇപ്പോൾ എനിക്കൊരു പിടിയില്ല കേട്ടോ. കാരണം നീലൂസ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ കിടന്ന് വെളിയിൽ കിടന്ന് ഭയങ്കര ബഹളം. അതിൻ്റെ കൂടെ തന്നെ റോഡിൽ കൂടെ വണ്ടി പോകുന്നത് കൊണ്ട് അതിൻ്റെ സൗണ്ട് എല്ലാം കൂടി ഈ ഒരു വ്ളോഗ് എങ്ങനെ ആയിരിക്കും, കുളമായിരിക്കുമോ അലുക്കുലുത്താവോ എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പരമാവധി ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പം ചീനി അമ്മ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഇവിടെ മരച്ചീനി എന്നാണ് പറയുന്നത്. പലയിടത്തും പല പേരല്ലേ. പലയിടത്ത് കപ്പ ചീനി, മരച്ചീനി, അങ്ങനെ കുറേ അധികം പേരുകൾ കാണുമല്ലോ. ഇതിനെ പലയിടത്തും പല പേരായിരിക്കുമല്ലോ. അതൊക്കെ നിങ്ങളുടെ നാട്ടിൽ അത് തന്നെയാണോ പറയുന്നതെന്ന് പറയണം കേട്ടോ. പല സാധനങ്ങൾക്കും പല നാട്ടിലും പല പേരുകളായിരിക്കുമല്ലേ. അതൊക്കെ എന്താ അല്ലേ, കേരളത്തിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലതിനും പല സൈഡിലും പല പേരുകളാണ്. അങ്ങനെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി എല്ലാം ക്ലീനാക്കി ചീനിയും വേവിച്ച് മീനും കറി വെച്ചിട്ട് ഞങ്ങളിനി ഞം ഞം കഴിക്കാൻ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.